ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഇന്നത്തെ രാമായണം ശിവന്റെ കഥാകഥനം. ദശമുഖാദികളായ രാക്ഷസവീരന്മാരുടെ ഭാരം കൊണ്ട് തളർന്ന ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം പ്രാപിച്ച് ദേവന്മാരോടും തപസ്സികളോടും കൂടി ബ്രഹ്മസമീപത്തെത്തി വിധാതാവിനോട് തന്റെ വേദന അറിയിച്ചു. ബ്രഹ്മാവ് ഒരു മുഹൂർത്ത മാത്ര നേരം ചിന്തിച്ച ശേഷം വേദനായകനായ മഹാവിഷ്ണുവിനോട് ചെന്ന് നിവേദനം ചെയ്യുക, അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി. ബ്രഹ്മാവ് ദേവന്മാരെയും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് പാലാഴിയിലെത്തി ഭക്തിയോടെ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ദേവനെ മനസ്സിൽ ധ്യാനിച്ച് പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ച് സേവിച്ചു. അപ്പോൾ 10,000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്നതുപോലെ താമരക്കണ്ണനായ പത്മനാഭനെ ബ്രഹ്മദേവന് സന്തോഷത്തോടെ ദർശിക്കുവാൻ കഴിഞ്ഞു. മുക്തന്മാരായ സിദ്ധയോഗികൾക്കു പോലും കാണാൻ കഴിയാത്ത മനോഹര രൂപത്തോടെ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. പൂനിലാവ് പോലുള്ള പുഞ്ചിരി കൊണ്ട് മനോഹരമായ പൂർണ്ണചന്ദ്രന് തുല്യമായ മുഖം, ഇന്ദ്രനീലത്തിന്റെ വർണ്ണം, ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ സുന്ദര മാറിടത്തിന് ഭംഗിയേകുന്ന ശ്രീവത്സം, സമസ്ത ലോകത്തുമുള്ള ഭക്തന്മാർ ഉത്സവത്തോടെ സേവിക്കുന്ന പാദപങ്കജം, മേരുപർവ്വതം പോലെ ഉയർന്ന കിരീടം, കുണ്ടലങ്ങൾ, മുത്തുമാല, തോൾവള, വള, അരഞ്ഞാണം, മോതിരം തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞ ചെന്താമരപ്പൂക്കൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിക്കുവാൻ ശക്തമായ ശരീരത്തോടു കൂടിയ ദയാനിധിയായ വിഷ്ണുവിനെ കണ്ട് വർദ്ധിച്ച ആനന്ദത്തോടെ മധുരവും സ്ഫുടവുമായ ഭാഷയിൽ ബ്രഹ്മാവ് സ്തുതിച്ചു തുടങ്ങി. പരമാനന്ദമൂർത്തി, ഭഗവാൻ ജയിച്ചാലും മോക്ഷം ആഗ്രഹിക്കുന്ന സിദ്ധന്മാരായ യോഗികൾക്ക് പോലും കാണാൻ കഴിയാത്ത ഈ പാദകമലം സർവജഗൽപതേ നിത്യവും നമസ്കരിക്കുന്നു. കരുണാവാരിതേ, സത്യവും ജ്ഞാനവും നിത്യാനന്ദമാകുന്ന അമൃതത്തിന് തുല്യനാകുന്ന അങ്ങയെ ഞാൻ നമിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന വിശ്വനായക ഭഗവാനെ എന്നും നമസ്കരിക്കുന്നു. സ്വാധ്യായം, തപസ്, ദാനം, യാഗം മുതലായ കർമ്മങ്ങളാൽ മാത്രം ഒരിക്കലും മോക്ഷം ലഭിക്കുകയില്ല. മുക്തി വേണമെങ്കിൽ ഭഗവത് ഭക്തിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങയുടെ പാദകമലം കാണാൻ സാധിച്ചത്. സത്യചിത്തന്മാരായ താപസ ശ്രേഷ്ഠന്മാർ നിത്യവും ഭക്തിയോടെ മനസ്സിൽ ധ്യാനിക്കുന്ന അങ്ങയുടെ ഈ പാദപത്മങ്ങളിൽ എനിക്ക് എല്ലാ കാലവും ഭക്തിയുണ്ടാവണേ. ഭക്തവത്സലനായ ഭഗവാനെ, സംസാര ദുഃഖങ്ങൾ കൊണ്ട് വലയുന്ന മനുഷ്യർക്ക് അങ്ങയുടെ ഭക്തിയല്ലാതെ മറ്റു മരുന്നുകളൊന്നുമില്ല. മരണത്തെക്കുറിച്ചോർത്ത് എൻ്റെ മനസ്സിൽ ദുഃഖം വളരുന്നു. മരണസമയത്ത് ബാലസൂര്യൻ്റെ കാന്തിയോടുകൂടിയ അങ്ങയുടെ പാദപങ്കജത്തിൻ്റെ സ്മരണയുണ്ടാകുവാൻ വരം തരണമേ നാഥ. കരുണാകര ഭഗവാനെ ശരണം തരൂ. ഭഗവാനെ, മഹാലക്ഷ്മിയെ സന്തോഷിപ്പിക്കുന്നവനെ, ഭൂമിയുടെ നാഥ, പരമമായ ആനന്ദമേകുന്നവനെ, ഭഗവാനെ ജയിച്ചാലും, പരമാത്മാവേ, പരബ്രഹ്മസ്വരൂപമേ, ശ്രേഷ്ഠനെ ജയിച്ചാലും, ചിന്മയ പത്മനേത്ര പരാപര ജയിച്ചാലും, വരദായക നാരായണ വൈകുണ്ഠനാഥ ജയിച്ചാലും. ബ്രഹ്മാവ് ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ധൂമന്ദഹാസത്തോടെ ഭഗവാൻ മധുരമായി അരുൾ ചെയ്തു. ബന്ധപ്പെട്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഓടി വരുവാൻ കാരണം എന്താണ് പറഞ്ഞാലും. ഇത് കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങയുടെ ഉൾക്കണ്ണിൽ കാണുവാൻ കഴിയാത്തത് എന്താണുള്ളത് ഭഗവാനെ? എന്നാലും പറയാം. ഇന്ന് 3 ലോകങ്ങളിലും ദുഃഖം വർദ്ധിച്ചിരിക്കുന്നു. പൗലസ്ത്യ മഹർഷിയുടെ പുത്രനായ രാവണൻ കാരണം 3 ലോകവും മിക്കവാറും നശിച്ചിരിക്കുന്നു ജഗന്നാഥ. ഞാൻ കൊടുത്ത വരത്തിന്റെ ബലത്താൽ അയാൾ 3 ലോകത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകപാലകന്മാരെ അടിച്ചു ഓടിച്ച് അവൻ ഏകാധിപതിയായി വാഴുന്നു. ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വർഗത്തിന്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. യാഗകർമ്മങ്ങൾ എല്ലാം മുടക്കി അവൻ യോഗീശ്വര ശ്രേഷ്ഠന്മാരായ മുനിമാരെയും ഭക്ഷിക്കുന്നു.
ധർമ്മ പത്നിമാരെ പിടിച്ചു പോകുന്നു. ധർമ്മവും മര്യാദയും പൂർണ്ണമായും ഇല്ലാതായി മനുഷ്യനാലല്ലാതെ അവന് മരണമില്ലെന്ന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് തന്നെ മനുഷ്യനായി അവതരിച്ച് ദശമുഖനെ കൊല്ലണം. അതിനായി അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മാവ് ഇപ്രകാരം പറയുന്നത് കേട്ട് പത്മനാഭൻ മന്ദസ്മിതത്തോടെ അരുളി, കശ്യപ പ്രജാപതി പുത്രലാഭത്തിനു വേണ്ടി ഏറെ കാലമായി എന്നെ മനഃശുദ്ധിയോടെ സേവിച്ചു. അന്ന് ഞാൻ പ്രസാദിച്ചു വരവും നൽകി. ആ വരം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ ഞാനിപ്പോൾ പരിശ്രമിക്കാം. കശ്യപൻ ദശരഥ രാജാവായി ഇപ്പോൾ അയോധ്യയിൽ വാഴുന്നുണ്ട്. അതിഥി അദ്ദേഹത്തിൻ്റെ പത്നിയായ കൗസല്യയായും ജനിച്ചിട്ടുണ്ട്. അവരുടെ മകനായി ഞാൻ ഭൂമിയിൽ അവതരിക്കും. എനിക്ക് 3 സഹോദരന്മാരുണ്ടാകും. എൻ്റെ ശക്തിയായ വിശ്വേശ്വരി കൈകസകുല നാശകാരിണിയായി ഭൂമിയിൽ അയോനിജയായി ജനകന്റെ രാജധാനിയിൽ ജനിക്കും. ദേവന്മാർ വാനരശ്രേഷ്ഠന്മാരായി ജനിക്കണം. അങ്ങനെ ഭൂമിദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായ വേദന കുറയ്ക്കാം എന്ന് ഭഗവാൻ അരുളിൽ ചെയ്തു. ബ്രഹ്മദേവനെ യാത്രയാക്കി. വേദനായകൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് വീണ്ടും വിഷ്ണു ഭഗവാനെ നമസ്കരിച്ചു. ദേവന്മാർ വിഷ്ണുദേവൻ മറഞ്ഞ ദിക്ക് നോക്കി ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. ഭൂമിദേവിയെ ആശ്വസിപ്പിച്ച ശേഷം ബ്രഹ്മാവ് ദേവന്മാരോടായി പറഞ്ഞു, അസുര നിഗ്രഹത്തിനായി ലക്ഷ്മീപതി മനുഷ്യനായി അയോധ്യയിൽ അവതരിക്കും. ഇന്ദ്രപ്രമുഖരായ നിങ്ങൾ വാസുദേവനെ പരിചരിക്കുവാൻ ദാസന്മാരായി ഭൂമിയിൽ ജനിക്കണം. രാവണന്റെ അനുചരന്മാരായ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടുന്നതിന് വാനരന്മാരായി കാട്ടിലും ഗുഹകളിലും വൃക്ഷങ്ങളിലും പർവ്വതങ്ങളിലും നിങ്ങൾ വസിക്കണം. ദേവന്മാരോട് വിഷ്ണുവിൻ്റെ കൽപ്പന അറിയിച്ചിട്ട് കൃതാർത്ഥനായി ബ്രഹ്മാവ് സത്യലോകം പോകി. ഭൂമിദേവിയും ദുഃഖമൊഴിഞ്ഞ് സ്വസ്ഥയായി തീർന്നു. അപ്പോഴേക്കും ഇന്ദ്രാദികളായ ദേവന്മാരെല്ലാം വാനരമൂർത്തികളായി. നരസിംഹമൂർത്തിയുടെ പരാക്രമത്തോടെ പർവ്വതം, വൃക്ഷം, പാറ എന്നിവ കൊണ്ട് യുദ്ധം ചെയ്യുന്നവരായി. പർവ്വതത്തിന് തുല്യമായ ശരീരത്തോടെ വിഷ്ണുവിൻ്റെ വരവും പ്രതീക്ഷിച്ച് ഭൂമിയിൽ സുഖമായി വസിച്ചു. ഇതാണ് ശിവന്റെ കഥാകഥനം. അടുത്തതായി